ഇന്നൊരു നൈറ്റ് വ്ലോഗ് ആകാമെന്ന് വിചാരിച്ചിട്ടോ. മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞിട്ടാണ് ഈ ഒരു വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യണത്. ഈ ഒരു സമയം എന്ന് പറയുന്നത് മക്കളെ പഠിപ്പിക്കണ നേരമാണ് കേട്ടോ. നാളെ ശിശുദിനം ആയതുകൊണ്ട് തന്നെ സ്കൂൾക്ക് ചാച്ചാച്ചി തൊപ്പിയും പ്ലക്കാർഡും കൂടിയൊക്കെ റെഡിയാക്കി കൊടുത്തു വിടാനുണ്ട്. ഞാനത് ഉണ്ടാക്കാൻ വേണ്ടി ഇരുന്നപ്പോഴാണ് ഇതിന് വേണ്ടി കളറും കാർഡ്ബോർഡും ഒന്നും കയ്യിലില്ല. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി ആളെ വിട്ടിട്ടുണ്ട് കേട്ടോ. അത് വരുന്ന സമയം കൊണ്ട് ഒരു ചെറിയൊരു ഡെമോ പോലൊന്നും ചെയ്തും വെച്ചിട്ടുണ്ട്. ഒക്കെ യൂട്യൂബ് നോക്കിയിട്ടാണ് കേട്ടോ ഈ ഒരു പരിപാടിയൊക്കെ. സമയം വെറുതെ അങ്ങ് വേസ്റ്റ് ചെയ്യണ്ടല്ലോ. അപ്പോൾ ഡിന്നറിനുള്ള പരിപാടിയൊന്നും ചെയ്യാനുണ്ട്. കുറച്ച് മസാല തേച്ച് വെച്ച ചിക്കൻ ഉണ്ടായിരുന്നു, അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കും വേണം. മക്കൾസിനുള്ള പാലും ഒന്ന് കാച്ചി കൊടുക്കും വേണം. ഇന്ന് ഉച്ചയ്ക്ക് നല്ല ഫ്രൈഡ് റൈസും ചിക്കൻ വറുത്തതും ചിക്കൻ ഗ്രേവിയും ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് മസാല തേച്ചത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം ചൂടോടുകൂടി പൊരിച്ചയക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ ഇത് പൊരിച്ച് കഴിഞ്ഞതിൻ്റെ ചൂടൊക്കെ അറിഞ്ഞ ശേഷം ഇവിടെ എല്ലാവരും കഴിക്കാനും വരുള്ളൂ കേട്ടോ. ഈ ഒരു സമയത്ത് നല്ല പാട്ടൊക്കെ കേട്ടിട്ടാണ് കേട്ടോ അടുക്കളയിൽ നിൽക്കുന്നത്. എനിക്ക് ഒറ്റയ്ക്ക് അടുക്കളയിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ ചെറിയ ഹോബീസൊക്കെ ഉണ്ട്. അത് റെഡിയായി വന്നപ്പോൾ തന്നെ നമ്മൾ വെയിറ്റ് ചെയ്ത സാധനങ്ങളൊക്കെ കൈ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കളറ് കാണുമ്പോൾ എന്തെങ്കിലും കളർ കൊടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിലും ദൈവം സഹായിച്ച് അങ്ങനത്തെ ഒരു കഴിവില്ലാത്തതുകൊണ്ട് അതിന് മുതിർന്നില്ല കേട്ടോ. ആദ്യം തന്നെ ചാച്ചാച്ചി തൊപ്പിയിട്ട് എൻ്റെ കുട്ടി ചാച്ചാച്ചീനെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി പ്ലക്കാർഡും കൂടി ഒന്ന് റെഡിയാക്കണം. എഴുതണതും വരക്കണതും ഒക്കെ വീഡിയോ എടുക്കണം എന്ന് ആഗ്രഹിച്ചിരുന്നു കേട്ടോ. പക്ഷെ വരക്കാൻ വേണ്ടി നിന്നപ്പോൾ തന്നെ ഞാൻ ആ കാര്യാണ്ട് വിട്ടുപോയി. പിന്നെ ഫുൾ ശ്രദ്ധ അതിമക്കായിട്ടുണ്ടായിരുന്നേ. ഞാൻ പഠിക്കുന്ന സമയത്തും കൂടി ഇത്ര ഇഷ്ടപ്പെട്ട് ചെയ്തിട്ടില്ല കേട്ടോ. ഒരു 7 മണിക്കിരുന്ന ഞാൻ ഈ ഒരു 2 ഐറ്റം ചെയ്ത് തീർന്ന് വന്നപ്പോഴത്തേന് നേരം 9 മണിയായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു എഴുതാൻ വേണ്ടിയിട്ട് ഇത്ര ടൈം പിടിച്ചോ എന്ന് ചോദിച്ചാൽ ഡെമോ ആയിട്ട് 2 തന്നെ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ പരത്തി വെച്ച ഐറ്റംസൊക്കെ എടുത്ത് വെച്ചിട്ട് ഇനി നേരെ ഫുഡ് കഴിക്കാൻ പോകണം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വക ശിശുദിനാശംസകൾ.